ധാർമ്മികത എന്നത് നമുക്ക് ചിരപരിചിതമായൊരു വാക്കാണ്. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന അടിസ്ഥാനപരമായ മൂല്യങ്ങളെയാണ് നമ്മൾ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയോ സമൂഹമോ തെറ്റും ശരിയും തിരിച്ചറിയുന്നത് ആ സമൂഹം പുലർത്തുന്ന ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ധാർമ്മികതയ്ക്ക് പല രൂപങ്ങളുണ്ടാവാം. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ ചെയ്യുന്നൊരു കാര്യം തെറ്റാണോ ശരിയാണോ, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെ പേറുന്ന ഒരു ധാർമ്മിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ആ ധാർമ്മിക വ്യവസ്ഥയ്ക്ക് പല രൂപങ്ങളുണ്ടാവാം. അത് ഏകപക്ഷീയമായ ഒന്നല്ല. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശരിയല്ല ലോകത്ത് നിലനിൽക്കുന്നത്. നിരവധി ശരികളുടെ ഒരു കൂമ്പാരമാണ് ലോകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ധാർമ്മിക വ്യവസ്ഥകൾ പല രൂപത്തിലാണ് നമ്മളെ അഭിമുഖീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രബലമായ, ഏറ്റവും ശക്തമായ ഒരു ധാർമ്മിക വ്യവസ്ഥയാണ് സാമൂഹിക ധാർമ്മികത എന്ന് വിളിക്കാവുന്ന സോഷ്യൽ മൊറാലിറ്റി. ഈ സോഷ്യൽ മൊറാലിറ്റി എന്നത് സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും ശരിയെന്ന് കരുതുന്ന, നല്ലതെന്ന് കരുതുന്ന മൂല്യങ്ങളുടെ ഒരു സമാഹാരമാണ്. അവരങ്ങനെ കരുതുന്നുണ്ടെങ്കിലും ആ മൂല്യം ശരിയായിക്കൊള്ളണമെന്നൊന്നുമില്ല. അങ്ങനെ കരുതുന്നു എന്നതാണ് അതിൻ്റെ ബലത്തിൻ്റെ അടിസ്ഥാനമായി വരുന്നത്. അങ്ങനെ ഒരു സമൂഹം ശരിയെന്നും സത്യമെന്നും ശാശ്വത സത്യമെന്നും കരുതുന്ന മൂല്യങ്ങളിൽ ജീവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെയും വ്യക്തികളെയും അവരുടെ പെരുമാറ്റങ്ങളെയും അവരുടെ ചിന്തകളെയും അവരുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും വിലയിരുത്തുകയും ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ സാമൂഹിക ധാർമ്മികത എന്ന് വിളിക്കുന്നത്. അത് കിടക്കുന്നത്, ആ ധാർമ്മികതയുടെ വേരുകൾ കിടക്കുന്നത് ആ ജനതയുടെ ചരിത്രാനുഭവത്തിലും ദാർശനികമായ അന്വേഷണങ്ങളിലും അവരുടെ അനുഷ്ഠാന വ്യവസ്ഥകളിലും മതബോധത്തിലുമൊക്കെയാണ് സാമൂഹിക ധാർമ്മികതയുടെ വേരുകൾ കിടക്കുന്നത്. എന്നാൽ ഈ സാമൂഹിക ധാർമ്മികത അചഞ്ചലമായി നിലകൊള്ളുന്ന ഒന്നല്ല. അത് ചരിത്രത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിൽ വലിയ വെല്ലുവിളികളെ നേരിടാറുണ്ട്. സമൂഹം നാളിതുവരെ കരുതിയ കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തെറ്റാണെന്ന് തോന്നുകയും സമൂഹം ഒരു വിഭ്രാന്തിയിൽ അകപ്പെടുകയും ചെയ്യുന്ന നിരവധി സന്ദർഭങ്ങൾക്ക് ചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു പുതിയ ജീവിത വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ സമൂഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നിലവിലുള്ള ജീവിതബോധവുമായി അത് അഗാധമായി കലഹിക്കുന്നത് കാണാം. ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ചരിത്രത്തിൽ ഇന്ത്യ നൂറ്റാണ്ടുകളോളം പിന്തുടർന്ന സാമൂഹിക ധാർമ്മികതയുടെ മുന്നിൽ ഒരു കനത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു രേഖയായിട്ട് വേണം ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ മനസ്സിലാക്കുവാൻ. അതിൻ്റെ ഒരു കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ 14-ാമത്തെ വകുപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിനേ ടു എനി പേഴ്സൺ ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്നാണ്. നിയമത്തിൻ്റെ മുന്നിൽ ഒരു പൗരനെയും സ്റ്റേറ്റ് വിവേചിക്കാൻ പാടുള്ളതല്ല. നമ്മളുടെ ചരിത്രാനുഭവത്തിലാകട്ടെ ഇങ്ങനെ എല്ലാവർക്കും തുല്യനീതി കൊടുക്കേണ്ടതുണ്ട് എന്ന ഒരു സമഭാവന പ്രവർത്തിച്ചിട്ടേയില്ല. കുറ്റം ചെയ്യുന്നവർക്കായിരുന്നില്ല നമ്മൾ ശിക്ഷ കൊടുത്തുകൊണ്ടിരുന്നത്, മറിച്ച് കുറ്റം ചെയ്യുന്നവൻ്റെ സ്ഥാനങ്ങൾ നോക്കിയാണ്, സാമൂഹിക സ്ഥാനം നോക്കിയാണ് ശിക്ഷ വിധിച്ചിരുന്ന ഒരു സമൂഹത്തിനകത്ത് ഒരാൾ പോലും, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഏത് മതവിഭാഗത്തിലാകട്ടെ ഏത് ജാതിയിലാവട്ടെ, ഇതൊന്നും പരിഗണിക്കാതെ ഒരു മനുഷ്യനെ പോലും നിയമത്തിൻ്റെ മുന്നിൽ വിവേചിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്നതിലൂടെ ഇന്ത്യ നൂറ്റാണ്ടുകളോളം ജീവിച്ചതും കൊണ്ടു നടന്നതുമായൊരു ധാർമ്മിക വ്യവസ്ഥ മനുഷ്യവിരുദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ 14-ാമത്തെ ആർട്ടിക്കിളിലൂടെ ഇന്ത്യൻ ഭരണഘടന യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും
പുതിയ നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെ വലിയ പൊളിച്ചെഴുത്തുകൾ നടക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി തന്നെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, സമൂഹ ബന്ധങ്ങളെ നവീകരിക്കാൻ, നമ്മുടെ മനുഷ്യ സങ്കല്പങ്ങളെ നവീകരിക്കാനൊക്കെ ഈ പുതിയ പ്രവണതകൾ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊരു പുതിയ യുഗപ്രഖ്യാപനമായി കാണണം. എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു പ്രഖ്യാപനം. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇതേതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമോ ജാതി വിഭാഗത്തിൻ്റെ പ്രശ്നമോ അല്ല. ഇന്ത്യയുടെ ദാർശനിക ചരിത്രത്തിൽ, ഫിലോസഫിക്കൽ ഹിസ്റ്ററി, ഇന്ത്യക്കൊരു വലിയ ദാർശനിക ചരിത്രമുണ്ട്. നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ദാർശനിക ചരിത്രമുണ്ട്. ആ ദാർശനിക ചരിത്രത്തിൽ എവിടെയും ഒരു ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ കോൺസെപ്റ്റ് നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സങ്കല്പമില്ല. അത്യപൂർവമായ ചില ചിന്തകളിൽ നമുക്കത് കാണാമെങ്കിലും പൊതുവിൽ നമ്മൾ ഉദ്ഘോഷിക്കുന്ന, ആഘോഷിക്കുന്ന, നമ്മുടെ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ഇതിൽ ഇഗാലിറ്റേറിയൻ ഹ്യൂമൻ സങ്കല്പം ഇല്ല എന്ന് തന്നെ പറയാം. അത്തരമൊരു സമൂഹത്തിനകത്താണ് ആരും വിവേചിക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ ഭരണഘടന പറയുന്നു. അതുകൊണ്ടായിരിക്കാം ഈ ഭരണഘടനാ ഹിസ്റ്റോറിയൻസ് പറയുന്നത് ലോകത്തിലെ ഭരണഘടനകളിൽ അമേരിക്കൻ ഭരണഘടന കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭരണഘടനാ വിപ്ലവമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ധാർമ്മിക വ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടന മൗലികമായൊരു വിച്ഛേദ സന്ദർഭത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. ഇനി വിശദീകരിക്കേണ്ട ഒരു കാര്യം, എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വളരെ വിശദമായി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ചർച്ച ചെയ്തൊരു ചാപ്റ്ററൊന്നുമല്ല. 3-4 പ്രാവശ്യം മാത്രം പറയപ്പെട്ടൊരു വാക്കാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച് അങ്ങനെ വിശദമായ ചർച്ചകളോ ഒന്നും നടന്നിട്ടില്ല. അത് ആദ്യമായി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ പറയുന്ന ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഗ്രീക്ക് ഹിസ്റ്റോറിയനായിട്ടുള്ള ജോർജ് ഗ്രോട്ട് എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ്റെ ഒരു കൊട്ടേഷനാണ് നമുക്ക് നൽകുന്നത്. എന്താണ് ഭരണഘടനാ ധാർമ്മികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു കാര്യം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഈ ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്നത് എല്ലാ ഭരണഘടനയ്ക്കും, ലോകത്ത് എഴുതപ്പെട്ടതോ എഴുതപ്പെടാത്തതോ ആയ എല്ലാ ഭരണഘടനയും ഒരു മൊറാലിറ്റിയെ കാണുന്നുണ്ട്, ഒരു മൊറാലിറ്റിയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, ഒരു ധാർമ്മിക ജീവിതത്തെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് അതിനകത്ത് തന്നെ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് അതിൻ്റെ ആസ്പിരേഷണൽ ആസ്പെക്റ്റ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്. എന്ന് പറയുന്നത് താല്പര്യം, അതിൻ്റെ താല്പര്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ ധാർമ്മികത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അതിൻ്റെ പ്രിയാമ്പിൾ തന്നെയാണ്. പ്രിയാമ്പിളിൽ പറയുന്നൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വായിക്കാം. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആവിഷ്കാരം, വിശ്വാസം, മതനിഷ്ഠ, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യവും എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇന്ന് 1949 നവംബർ 26 ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇന്ത്യ രാഷ്ട്രമുണ്ടായത് എന്തിനാണ് എന്ന ചോദ്യത്തിൻ്റെ, അതിൻ്റെ ലക്ഷ്യമെന്താണെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സംക്ഷിപ്തമായി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയും. ഇതാണ് അതിൻ്റെ ഒരു ആസ്പിരേഷണൽ ആസ്പെക്റ്റ്. അങ്ങനെ ഒരു ഇന്ത്യയെ നിർമ്മിക്കാനാണ്.
നമ്മൾ ഈ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്നത്. ഭരണഘടന ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു തർക്കമുണ്ടായിരുന്നു. അപ്പോൾ ഏത് ദൈവത്തിൻ്റെ പേരിലെന്നാ, ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് ദൈവത്തിൻ്റെ പേരിൽ വേണ്ട, നമ്മൾ തന്നെ നമുക്ക് സമർപ്പിച്ചാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം, ഈ ഒരു ആസ്പിരേഷനെ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെക്കുറിച്ച് ജോർജ് ഗ്രോട്ട് പറയുന്നൊരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നത് എല്ലാവരിലും പടർന്ന് പിടിക്കേണ്ട ഒരു അവബോധമാണ്. ഈച്ച് ആൻഡ് എവരി സിറ്റിസൺ, എല്ലാ പൗരന്മാരിലും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. നമ്മൾ ഭരണഘടനയെ ബഹുമാനിക്കുക മാത്രമല്ല, ഭരണഘടനയെ പ്രതിനിധാനം ചെയ്യുന്നവർ ജനങ്ങളെ ബഹുമാനിക്കുക കൂടി ചെയ്യുന്ന വിധമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് 2-3 സന്ദർഭങ്ങൾ വെച്ചത് വിശദീകരിക്കാമെന്ന് തോന്നുന്നു. അതിലൊന്ന്, നമ്മുടെ ഭരണഘടനയ്ക്ക് വളരെ വലിയ വലിപ്പമുണ്ട്. അതിൻ്റെ ഒരു കാരണം അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്നതിൻ്റെ വിശദാംശങ്ങൾ ഭരണഘടന ചേർത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണം. അത് എന്തിനാണ് സാധാരണ ഭരണഘടനയിൽ അഡ്മിനിസ്ട്രേഷൻ്റെ വിശദാംശങ്ങൾ ചേർക്കാറില്ല, എന്നാൽ ഇന്ത്യയിൽ അത് ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചേർത്തതെന്ന് ഡോക്ടർ BR അംബേദ്കറോട് ചോദിക്കും. അംബേദ്കർ പറയുന്നൊരു കാര്യം, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മൂല്യങ്ങളനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി എല്ലാവരിലേക്കും പടർന്ന് പിടിക്കാത്തത് കൊണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ്പിരേഷൻ എന്നത് എൻ്റെ ഒരു ഗൈഡിങ് പ്രിൻസിപ്പിൾ അല്ലാത്തത് കൊണ്ട്, ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ഉത്തരവാദിത്വം ലെജിസ്ലേച്ചറിന് വെറുതെ വിട്ടുകൊടുത്താൽ അത് അപകടം ചെയ്യും. എങ്ങനെ അപകടം ചെയ്യും? അവർ ഭരണഘടനയെ മാറ്റാതെ അഡ്മിനിസ്ട്രേഷൻ്റെ സ്ട്രക്ചർ മാറ്റി ഭരണഘടനയുടെ താല്പര്യങ്ങളെ അട്ടിമറിക്കുമെന്നാണ്. ഇപ്പോൾ ഇന്ത്യ വ്യാപകമായി നടക്കുന്ന പല നിയമനിർമ്മാണങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവർ ഭരണഘടന മാറ്റാറില്ല, അത് അത്യപൂർവമുള്ളൂ. പക്ഷേ പുതിയ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം നടത്തും. ആ റിഫോം അടിസ്ഥാനപരമായി ഈ ഭരണഘടനയുടെ താല്പര്യത്തെ, അതിൻ്റെ ധാർമ്മികതയെ അട്ടിമറിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നാം കാണേണ്ടത്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, സ്ത്രീകൾക്ക് തുല്യത കൊടുക്കണമെന്ന് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ പ്രത്യേകമായ കമ്മീഷൻ നിയോഗിക്കണം, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായൊരു കമ്മീഷൻ ഏർപ്പാടാക്കണം, അവർ കാര്യങ്ങൾ കേൾക്കണം, അവരുടെ ശുപാർശ ഗവൺമെൻറ് അംഗീകരിക്കണം. ഇങ്ങനെ തുടങ്ങിയ ഓരോ ഡീറ്റെയിൽസാണ്. ആദിവാസികളെക്കുറിച്ച് വെറുതെ ആദിവാസികൾക്ക് കൂടി നീതി കൊടുത്തേക്കൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും കൊടുക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അത് ഇന്ത്യൻ പ്രസിഡന്റ് ഒരു ലിസ്റ്റ് തയ്യാറാക്കണം, ഏതൊക്കെ ഗോത്രങ്ങളാണ്, അവർക്ക് എന്തൊക്കെ കൊടുക്കണം, അതിന് കമ്മീഷൻ വേണം. ഇങ്ങനെ വിശദാംശങ്ങൾ ചേർത്തതിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന വലുതായത് എന്ന് പറയും. രണ്ടാമതൊരു സംഗതി, നമുക്കൊരു 2 വിഷയങ്ങൾ തമ്മിൽ, അതായത് ഈ ആസ്പിരേഷണൽ ആസ്പെക്റ്റ് നമുക്കറിയാം, അത് ആദർശാത്മകമാണ്. പക്ഷെ ഓപ്പറേഷണൽ ആസ്പെക്റ്റ് അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ഓപ്പറേഷൻ ആസ്പെക്റ്റ് ഒരു പ്രായോഗികമായ പ്രതിസന്ധികളുണ്ടാകും. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ ഇന്ത്യൻ കോടതികൾ എന്തിനെയാണ് ആശ്രയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ് ഇരിക്കണം ആശ്രയിക്കേണ്ടത്. അതിൽ നിന്നാണ് അവർ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എഴുതപ്പെട്ട നിയമത്തിൻ്റെ ലിറ്റററി ഇൻ്റർപ്രിട്ടേഷൻ അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് കോടതിക്ക് കഴിയേണ്ടതുണ്ട്. 3 പ്രധാനപ്പെട്ട വിധികൾ പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ വിശദീകരിക്കാം. 1917, 18, 19 കാലത്തെ 3 വിധികളാണ്. അതിലൊന്ന്, ഈ സ്വവർഗരതി, സ്വവർഗ പ്രണയം ഇന്ത്യയിലെ CRPC അനുസരിച്ച് 376 വകുപ്പ് അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ്. എന്നാൽ അത് പണ്ട് ഉണ്ടായിരുന്നതാണ്. CRPC എന്നൊക്കെ വളരെ നേരത്തെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ CRPC ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്, ഈ പുതിയ സംഭവം വരുന്നതിന് മുൻപ്. അപ്പോൾ അതിനകത്ത് ഇതൊരു കുറ്റകൃത്യമായിട്ടാണ് കണ്ടത്. മാത്രമല്ല, അന്നത്തെ ഒരു ശാസ്ത്രവിജ്ഞാനം അനുസരിച്ച് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് നോർമലെന്നും ബാക്കിയൊക്കെ അബ്നോർമലാണെന്നുള്ളൊരു സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ശാസ്ത്രം പുരോഗമിക്കുകയും
മനുഷ്യൻ്റെ വാസനകളെ സംബന്ധിച്ച്, അവൻ്റെ കാമനകളെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങൾ മാറിമറിയുകയും ചെയ്തതിലൂടെ ഇതൊരു യാഥാർത്ഥ്യമായിട്ട് അംഗീകരിക്കണമെന്നുള്ളൊരു സ്ഥിതി ലോകത്ത് സംജാതമാകുകയും ലോകത്തെ പല രാഷ്ട്രങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തു. ഇത്തരൊരു ഘട്ടത്തിൽ ഇന്ത്യൻ സുപ്രീം കോടതി ഒരു കേസ് വന്നു. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം, സ്വവർഗരതി ഡീക്രിമിനലൈസ് ചെയ്യും, അതിൽ പൊതുജനാഭിപ്രായമല്ല ഞങ്ങൾ നോക്കുന്നത്, മറിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് നമ്മളുടെ അന്ധവിശ്വാസം കൊണ്ട് അത് കുഴപ്പമാണെന്ന് നമുക്ക് തോന്നാം. കാരണം നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പൊതുജനായ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിന് ഈ സ്വർഗരതിയുടെ സങ്കീർണതയെക്കുറിച്ച്, അത്തരം ബന്ധങ്ങളുടെ സങ്കീർണതയെക്കുറിച്ച് അജ്ഞത ഉള്ളതുകൊണ്ട് നമ്മളത് സമ്മതിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളൊരു സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയുടെ മുൻനിർത്തി കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. 377 ആൻറ്റി ഹ്യൂമനാണ് എന്ന് പ്രഖ്യാപിച്ചു. അവിടെ കോടതി ഉയർത്തിപ്പിടിച്ചത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയാണ്, പബ്ലിക് സോഷ്യൽ മൊറാലിറ്റി അല്ല. രണ്ടാമതൊരു കാര്യം, പ്രായപൂർത്തിയായ 2 പേർ തമ്മിലുള്ള ബന്ധം, അത് ഇമ്മോറൽ ട്രാഫിക്കിംഗ് ആണ്, വലിയ പ്രശ്നമാണ്. പുരുഷനെ പിടിച്ചകത്തിടും, സ്ത്രീയെ പറഞ്ഞു പറ്റിച്ച് കൊണ്ടുവന്നതാണ്. ഈ നിലക്കൊക്കെയാണ് നേരത്തെ ആഖ്യാനമുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി കോടതി ഒരു കാര്യം പറഞ്ഞു, ഇതിൽ ഒരു തെറ്റുമില്ല. 2 പേരുടെയും പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ പ്രായപൂർത്തിയായവർ തമ്മിലുള്ള ബന്ധം നിയമപരമാണ്. ഇത് കോടതി പറയുന്നൊരു കാര്യം, അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയുമുള്ള അവകാശമാണത്. അത് ഭരണഘടന ബാക്കി എല്ലാത്തിലും നമ്മൾ സമ്മതിക്കുന്നുണ്ട്, ഇതിൽ മാത്രമേ നമ്മൾ സമ്മതിക്കാതുള്ളൂ. നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കി എല്ലാ കാര്യത്തിലും നമുക്ക് സ്വാതന്ത്ര്യം വേണം, തിരഞ്ഞെടുക്കാനുള്ള അവസരം വേണം. ഇത് മാത്രം ലൈംഗിക പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ മാത്രം നമ്മൾ സമ്മതിക്കില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്താവിൻ്റെ വസ്തുവാണ്, സ്വകാര്യ വസ്തുവാണെന്നുള്ളത് നമ്മുടെ ഒരു സങ്കല്പമാണ്. ഭാര്യ ഭർത്താവിൻ്റെ സ്വകാര്യ വസ്തുവാണ്. ഭർത്താവാണ് യജമാനൻ പറയുന്നത് കേട്ട് അടിമ ജീവിച്ചോണമെന്നുള്ള ഒരു പരമ്പരാഗത സോഷ്യൽ മൊറാലിറ്റിയെയാണ് ഈ കോടതി വിധി മറികടന്നത്. മൂന്നാമതൊരു കാര്യം, സതീ സമ്പ്രദായം നിർത്തലാക്കാനായിട്ട് രാജസ്ഥാൻ കോടതി ആ കേസ് നടക്കുന്ന സമയത്ത് 30,000-ഓളം സ്ത്രീകളാണ് വലിയ പ്രകടനം നടത്തിയത്. സതി തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ടാണ്, സതി നിർത്തണം എന്ന് പറഞ്ഞിട്ടല്ല, സതി തിരിച്ചു വരണം എന്ന് പറയുന്നത്. സതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ടവർ 2000 പോലും തികഞ്ഞില്ല. അവിടെയും കോടതി ഉയർത്തിപ്പിടിച്ചത് സ്ത്രീകളുടെ അന്തസ്സും ജീവിക്കാനുള്ള അവകാശവുമാണ്. ഇവിടെ സതി പറ്റില്ല എന്ന് പറയും. പക്ഷേ ഈ 30,000 പേരിൽ ആരും പിന്നെ ചിതച്ചാടി ചത്തില്ല കേട്ടോ, അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ സോഷ്യൽ മൊറാലിറ്റിയുടെ പേരിൽ നടക്കുന്ന കുറച്ച് ഇടപാടുകൾ എന്നതിനപ്പുറം വേറെ കാര്യമൊന്നുമില്ല. നാലാമത്തെ ഒരു കാര്യം കേരളത്തിലേതാണ്, ഈ പറയുന്ന ശബരിമല കേസാണ്. ശബരിമല കേസിൻ്റെ വിവാദത്തിലേക്കല്ല ഞാൻ കിടക്കുന്നത്. ഞാൻ പറഞ്ഞ ആ കേസിൽ കോടതി എങ്ങനെയാണ് ആ വിഷയത്തെ കണ്ടത് എന്നതാണ്. കോടതി ആ വിഷയത്തെ കണ്ടത്, യങ് ലോയേഴ്സിൻ്റെ ഒരു ഫോറമാണ് കേസ് കൊടുത്തത്. കോടതി പറഞ്ഞു, സവിശേഷ അവകാശങ്ങളുള്ളൊരു വിഭാഗമല്ല ഭക്തന്മാർ, അയ്യപ്പ ഭക്തന്മാർ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പബ്ലിക് സ്പേസ്, അവിടെ എല്ലാവർക്കും തുല്യ അവകാശമുണ്ട്, അത് നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. ഇതാണ് പറഞ്ഞത്. സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കുന്നതിന് നിയമം തടസ്സമല്ലെന്നാണ് പറഞ്ഞൊരു കാര്യം. അവിടെയും നമ്മൾ സോഷ്യൽ മൊറാലിറ്റി വെച്ചാണ് അതിനെ പ്രതിരോധിച്ചത്. അത് പറ്റില്ല, അത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ ദൈവമാണ്, പല കാരണങ്ങളുണ്ടാവും. ഞാൻ അതിൻ്റെ വിമർശനത്തിലേക്ക് കടക്കുന്നത്, കോടതി അന്ന് ഉയർത്തിപ്പിടിച്ചത് സ്ത്രീകളുടെ അന്തസ്സും സ്ത്രീകളുടെ അവകാശവുമാണ്. ഇങ്ങനെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ഭരണഘടന വ്യക്തികൾക്കും സമൂഹത്തിനും നൽകിയിട്ടുള്ള അവകാശ അധികാരങ്ങളെ ഉറപ്പിക്കുന്നതിലൂടെ സമൂഹത്തെ പരിഷ്കരിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് വേണം നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കുവാൻ. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്,
ഈ ഇന്ന് സമകാലികമായി ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന കനത്ത വെല്ലുവിളികൾ എല്ലാവരും പറയും ഭയങ്കര വെല്ലുവിളി നേരിടുകയാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. എന്താണ് ഈ വെല്ലുവിളി? ഈ വെല്ലുവിളിയുടെ റൂട്ട് എവിടെയാണ് കിടക്കുന്നത് എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യ, ഞാൻ ആദ്യ ആമുഖം വായിച്ചു, ഇന്ത്യയെ ഒരു ജനാധിപത്യ മതേതര സ്ഥിതിസമത്വ റിപ്പബ്ലിക്കായിട്ട് വിഭാവന ചെയ്തൊരു ഭരണഘടനയുള്ളത്. ആ ഭരണഘടനയുടെ സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്ന്, ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ വിധിയുണ്ട്. എന്താണ് ഈ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിസ്ഥാന താല്പര്യങ്ങളെയും അടിസ്ഥാന ഘടനയും അട്ടിമറിക്കാൻ പാടില്ല എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക് അല്ലാതെ മറ്റൊരു രാഷ്ട്രമാക്കി ഇന്ത്യയെ വിഭാവന ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഈ പറയുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നോ ഇസ്ലാം രാഷ്ട്രമാണെന്നോ ക്രൈസ്തവ രാഷ്ട്രമാണെന്നോ ഒക്കെ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യത്തെയും അതിൻ്റെ അടിസ്ഥാന ഘടനയെയും വെല്ലുവിളിക്കുന്നൊരു കാര്യമാണ്. മറ്റവരാരും ഇത് പറയാറില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹിന്ദുത്വ രാഷ്ട്രവാദം എന്നത് അടിസ്ഥാനപരമായി ഭരണഘടനാ വിരുദ്ധമായ ഒരു ധാർമ്മികതയെയും ഭരണഘടനാ വിരുദ്ധമായ ഒരു രാഷ്ട്ര ദർശനത്തെയുമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതാണ് അതിൻ്റെ പ്രശ്നം. നമ്മൾ അങ്ങനെ അതിൻ്റെ മൗലികതയിൽ തൊട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഇത് വെറുതെ കുറേ അബ്നോർമലായ കുറേ മനുഷ്യർ പറഞ്ഞു നടക്കുന്ന കാര്യമൊന്നുമല്ല. അങ്ങനല്ലത്. ഇത് വളരെ വ്യക്തമാണ്. ഇന്ത്യയിൽ ഒരിക്കലും ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്യാത്ത മറ്റൊരു രാഷ്ട്രത്തെ അത് വിഭാവന ചെയ്യുക, ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്തായിരിക്കണമെന്ന് അവർ തന്നെ പറയുക, മനുസ്മൃതി എന്നാണ് പറയണം. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട 3 സന്ദർഭങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞത്. ആദ്യത്തേത് ഞാൻ പറഞ്ഞു, ഭരണഘടന വലിപ്പം കൂടിയതിൻ്റെ കാര്യം. രണ്ടാമതൊരു സന്ദർഭം എന്ന് പറയുന്നത് ഈ ഭരണഘടന, ഈ രാഷ്ട്രത്തെ നമ്മൾ ജനാധിപത്യപരമായി ഭാവന ചെയ്യുമ്പോൾ എല്ലാവരുടെയും അവകാശങ്ങൾ ഉറപ്പുവരുത്തണം. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി, മനുഷ്യാന്തസ് എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടന ആണിക്കല്ലായി നിൽക്കുന്നത്. അതിനെ ഹനിക്കുന്ന ഒന്നും പാടില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നില്ല എന്ന വിമർശനത്തിന് അന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഒരു മറുപടി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു ആധുനിക ദേശരാഷ്ട്രത്തിന് ഉപയുക്തമായ എന്ത് ഡിക്റ്റേഷനാണ് നമ്മളുടെ പാരമ്പര്യത്തിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ആരും പറഞ്ഞില്ല. ആ ഒരു ആധുനിക ദേശരാഷ്ട്രത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ഉപയുക്തമായ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, അത് നമുക്ക് വെക്കാം അതിനകത്ത്. അതിനാരും എതിരല്ല. പക്ഷെ അങ്ങനെയില്ല. ഇത് ഏതെങ്കിലും ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാനെന്തോ ഹിന്ദു വിരോധിയാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് പരത്തുന്നത്. ഇത് ഹിന്ദു വിരോധത്തിൻ്റെ കാര്യമൊന്നും ഇല്ല ഇതിനകത്ത്. നമ്മൾ വളരെ പുരാതനമായിട്ടുള്ളൊരു സമൂഹക്രമത്തിൽ രൂപപ്പെട്ടു വന്ന ആശയങ്ങളെ അതേപടി ഇപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടു നടക്കുന്നവരുണ്ടെങ്കിൽ അവർ മാറിയിട്ടില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സമൂഹം മാറിയിട്ടും അവർ മാറിയിട്ടില്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഒരു മറുപടി അദ്ദേഹം പറയുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്തേക്ക് പാരമ്പര്യത്തെ അതേപടി എടുത്തു വെക്കാൻ പറ്റില്ല. അത് പറ്റാത്തത് അത് ആശയപരമായി വളരെ ദൂരത്തിലായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ മനുസ്മൃതി ഇന്ത്യയിൽ എഴുതിയതല്ലേ, നമുക്ക് എടുത്താൽ പോരെ എന്നുള്ള ലളിതയുക്തിയൊന്നുമല്ല. ആധുനിക സമൂഹ ജീവിതത്തിന് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി, മനുഷ്യാന്തസ് എന്നിവ ഉയർത്തിപ്പിടിക്കാൻ ഉപയുക്തമാണ്. അത് മതി, കുഴപ്പമില്ല. പക്ഷെ ചണ്ടാളൻ വീട് കെട്ടുന്നത് ശവക്കോട്ടയ്ക്കടുത്തായിരിക്കണമെന്ന് പറയുന്നതിന് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഇതാ ഈ പറയുന്ന കാര്യം. അത് നമ്മളൊരു ആധുനിക സമൂഹത്തിന് പറ്റിയ മനോനിലയല്ല. അതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഏറ്റവും അവസാനമായി, സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും അവസാനമായിട്ടൊരു ഈ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ രാഷ്ട്രത്തെ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിനെ ഒരു മതരാഷ്ട്രമായി വിഭാവന ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന അടിസ്ഥാനപരമായ വെല്ലുവിളി.
അതിൻ്റെ അടിത്തറയായി നിൽക്കുന്നത് നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളിപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിലല്ല ജീവിക്കുന്നത്. നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള വളരെ പ്രാചീനമായ ഏതോ ചില ധാർമ്മിക ബോധ്യങ്ങളാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഒരു സ്ത്രീയെ, ഒരു ഭാര്യയെ ഭർത്താവ് തല്ലിയല്ല, അത് കുഴപ്പമില്ല, ഭർത്താവല്ലേ എന്ന് വിചാരിക്കുന്ന ഒരു വളരെ മോശം സമൂഹമാണ് നമ്മുടേത്. അവനെന്താണ് കാര്യം? ഇവിടെ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, അവൾ ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ഇവിടെ ജീവിക്കാൻ മേലെന്ന്. ജീവിതമായാലും ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവളിപ്പോൾ തൂങ്ങി മരിച്ചെന്നാണ്. ആ അച്ഛനെയൊക്കെ എന്തിനു കൊള്ളാന്നേ? അവരൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ യോഗ്യരാണോ? ഇതാ ചോദിക്കേണ്ടത്. ഇത് ചോദിക്കാൻ നമുക്ക് ധൈര്യമില്ലാത്തത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയിൽ ജീവിക്കാത്തത് കൊണ്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ജീവിച്ചാൽ സ്ത്രീകളെ ആക്രമിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞേ പറ്റൂ. 2 ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഭരണഘടന നേരിടുന്ന വെല്ലുവിളികൾ ഞാൻ പറഞ്ഞല്ലോ. മറ്റൊരു രാഷ്ട്രം ഇതിനകത്ത് തന്നെ രൂപം കൊള്ളുകയാണ്. അതിൻ്റെ സംഘർഷമാണ് നമ്മൾ നേരിടുന്നത്. അതുകൊണ്ട് നിയമബാഹ്യമായ നിരവധി കാര്യങ്ങൾ ഇവിടെ നടക്കും. ആ നിയമബാഹ്യ കാര്യങ്ങൾക്കെതിരെ ഇവിടെ പ്രതിഷേധമൊക്കെ ഉണ്ടാവും. നിയമബാഹ്യമായി ഭരണാധികാരികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിയമബാഹ്യമായ കാര്യങ്ങളല്ല, ഇതിൻ്റെ റൂട്ടിലാണ് നമ്മൾ എത്തേണ്ടത്. ഞാൻ പറയുന്നത് ഇന്ത്യക്കകത്തുള്ളത് വെറും റിച്വലിസം അല്ല. നമ്മൾ റിച്വലിസ്റ്റിക് ഐഡിയോളജിയെ നമ്മൾ എതിർക്കുന്നുണ്ട്. റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയോളജി അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ ഒരു ഐഡിയോളജിക്കൽ റിച്വലിസമാണുള്ളത്. ന്യായീകരിക്കപ്പെടുന്ന, സ്വയം ന്യായീകരിക്കുന്ന റിച്വലിസമാണുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് തോന്നുക, നമ്മളുടെ ഒരു പോലീസ് മേധാവിക്ക് തോന്നുക പുള്ളി കായംകുളം രാജാവിൻ്റെ മന്ത്രിയായിരുന്നു പഴയ ജന്മത്തിൽ എന്ന് അയാൾക്ക് തോന്നുന്നു, അയാളത് പറയുന്നു. നമുക്കൊരു അതിശയവും തോന്നുന്നില്ല. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? നമ്മൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അസ്വസ്ഥത തോന്നാത്തത്. ഇയാളെ പിന്നെയും പ്രഭാഷണത്തിന് വിളിക്കുക. ഈ വെളിവേട് പറഞ്ഞ മനുഷ്യനെ പിന്നെയും നമ്മളെ പ്രഭാഷണത്തിന് വിളിക്കുക. നമ്മളെല്ലാം കേട്ടിരിക്കുക. പുള്ളി മുൻ ജന്മത്തിൽ കായംകുളം രാജാവിൻ്റെ മന്ത്രിയായിരുന്നു അവർ. ഞാൻ പറയുന്നത് ഇതൊരു അബ്നോർമൽ ആണെന്ന് പോലും തോന്നാത്ത വിധം നമ്മുടെ സോഷ്യൽ മൊറാലിറ്റി നമ്മളെ പിടിമുറുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് കിടക്കുക നമ്മൾ വിചാരിക്കുന്ന റിച്വലിലല്ല, ഐഡിയോളജിക്കൽ റിച്വലിസ്. അത് ന്യായീകരിക്കപ്പെടുന്നുണ്ട്. ഏത് റിച്വലും ന്യായീകരിക്കപ്പെടും. ഇപ്പോൾ മന്ത്രി ആദ്യമേ കയറി ഭക്ഷണം കഴിച്ചെന്നാണ് ഇപ്പോൾ അവിടെ എന്തോ സംഭവം നടക്കുകയല്ലേ, പ്രായശ്ചിത്തം നടക്കുക. ദേവൻ്റെ വസ്തുക്കൾ മോഷണം പോയാൽ പ്രായശ്ചിത്തം നടക്കണം എന്നുള്ള ശബരിമല ഇവർ ആവശ്യപ്പെടാത്തത്. ആറന്മുള മാത്രം പോലോ, അവിടെയും വേണ്ടേ? ഇതൊക്കെ തരാതരം പോലെ പറയുക, തരാതരം പോലെ കാര്യങ്ങൾ. അമ്പലങ്ങൾ പൊളിച്ചു കളഞ്ഞു. RSSൻ്റെ ഡൽഹിയിലെ ഓഫീസർ അമ്പലം തന്നെ പൊളിച്ചു, അത് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട്. ഇതൊക്കെ ഇത് ഞാൻ പറയും, ഇതിനകത്ത് യഥാർത്ഥത്തിൽ വളരെ വലിയ ഹിന്ദു എന്ന് പറഞ്ഞ വലിയൊരു ഇമാജിനേഷൻ ഉണ്ടാക്കി ആ ഹിന്ദു ധാർമ്മികതയെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് സോഷ്യൽ മൊറാലിറ്റി, ആ സോഷ്യൽ മൊറാലിറ്റിയെ തിരിച്ചു കൊണ്ടുവന്നാൽ ഉണ്ടാകാവുന്ന ഒരു അപകടത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം ഭരണഘടന ഉയർത്തിപ്പിടിക്കുക എന്നതാണ്. ഭരണഘടനയ്ക്കകത്ത് വിപ്ലവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഭരണഘടനയിലേ വിപ്ലവമുള്ളൂ, ഒരു സംശയവും വേണ്ട. ഇന്ത്യക്കകത്ത് ഏറ്റവും വിപ്ലവകരമായ പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ, വിപ്ലവമൊക്കെ വിട്ടേക്ക്, വായിക്കാൻ കൊള്ളാവുന്നൊരു പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭരണഘടനയാണെന്ന് തന്നെ പറയേണ്ടി വരും. വേറെ ബാക്കി എല്ലാ പുസ്തകത്തിലും ഈ കുശുമ്പും കുന്നായ്മയും തള്ളലും കൊള്ളലും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ആ നിലക്ക് ഈ ജോർജ് ഗ്രോട്ട് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഭരണഘടനയുടെ താല്പര്യമാണ്. ഓരോ വ്യക്തിയും ഫോളോ ചെയ്യേണ്ട, ഓരോ സമൂഹവും ഫോളോ ചെയ്യേണ്ട, നമ്മുടെ ഈ നിയമസഭ ഫോളോ ചെയ്യേണ്ട, ഈ നമ്മുടെ സെക്രട്ടേറിയറ്റ് ഫോളോ ചെയ്യേണ്ട ഒരു വ്യവസ്ഥയാണത്. അത് ഫോളോ ചെയ്യുന്ന എപ്പോൾ നമുക്കത് പൂർണ്ണമായും ഫോളോ ചെയ്യാൻ കഴിയുന്നോ അന്ന് നമുക്കൊരു ജനാധിപത്യ സമൂഹമായി പരിവർത്തനപ്പെടാൻ കഴിയും. സമത്വവും സ്വാതന്ത്ര്യവും നീതിയുമുള്ളത്. അതുകൊണ്ട് എല്ലാ വീടുകളിലും ഭരണഘടനയുടെ ഒരു കോപ്പിയും ആമുഖത്തിൻ്റെ ഒരു ഫ്രെയിം ചെയ്ത ഒരു കോപ്പി, ഈ വീടിൻ്റെ നാഥൻ എന്ന് ഭരണഘടനയുടെ ആമുഖമാണ് എഴുതി വെക്കേണ്ടതെന്നുള്ള സുചിന്തിതമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. ഈ ബാക്കിയുള്ളതൊക്കെ അല്ല, ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് നമുക്ക് നീതിയും വെളിച്ചവുമായിരിക്കുന്നത്.
കൂടുതൽ പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. 30 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചില ഭാഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും നിയമനിർമ്മാണത്തിൻ്റെ ഈ സദസ്സിൽ വന്ന് നിങ്ങളോട് ഇന്ത്യൻ ഭരണഘടനയെ മുൻനിർത്തി ഭരണഘടനാ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ജയ് ഭീം.